പ്രിയ സ്നേഹ നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചാനലുകളിലും മറ്റു പത്രങ്ങളിലും ഒക്കെ കണ്ട ഒരു വാർത്തയുണ്ട്. അത് സത്യത്തിൽ വേണ്ടത്രയോട് ശ്രദ്ധിച്ചോ അതല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച നടന്നോ കൂടുതൽ ആളുകളിലേക്ക് എത്തിയോ എന്നുള്ളത് സംശയാസ്പദം തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു വാർത്തയെ അടിസ്ഥാനമാക്കി മാത്രം ഇന്നൊരു ലൈവ് സെഷൻ, ചർച്ചാ സെഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തി VR രാജശേഖരജി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സർ. സർ, കഴിഞ്ഞ ദിവസം ആരും ശ്രദ്ധിച്ചിട്ടില്ലാതെ എന്നാൽ അത്യാവശ്യം വേണ്ട സ്വാഭിമാനി ഹൈന്ദവർ മാത്രം ശ്രദ്ധിച്ചൊരു വാർത്തയാണ് KSRTCയുമായി ബന്ധപ്പെട്ടുള്ളത്. അതല്ലെങ്കിൽ വാഹന സൗകര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരെ പിഴിഞ്ഞുകൊണ്ട് നിലയ്ക്കലിൽ നിന്നും പമ്പ വരെയുള്ള KSRTC ബസ് മാത്രം അനുവദിച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വലിയൊരു പരിഷ്കരണം. ആ പരിഷ്കരണത്തിലൂടെ ഹിന്ദുക്കളെ അതല്ലെങ്കിൽ ഹിന്ദുവിന്റെ കാശ് പിഴിഞ്ഞെടുത്തുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളെ പോലും വളർത്തുന്ന രീതിയിലേക്ക് മാറി നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് വാങ്ങുക, അത് ശബരിമല എന്ന് പറയുന്ന ആ ഹിന്ദുവിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് കൊണ്ടുപോയി ഖജനാവ് നിറയ്ക്കുക, അതിലൂടെ മദ്രസ അധ്യാപകന്മാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ വേണ്ടി പോലും ഹിന്ദുവിന്റെ കാശ് എടുക്കുക എന്ന് പറയുന്ന രീതി മാത്രമല്ല ഈ ബസ് സൗകര്യത്തിലൂടെ KSRTCയിലൂടെ പിഴിയുന്നത് എന്ന് നമ്മൾക്കറിയാം. അതിനെതിരെ VHP കൃത്യമായിട്ട് രംഗത്ത് വന്നിരുന്നു. VHP കൃത്യമായിട്ടും പറഞ്ഞു, ഭക്തരെ സൗജന്യമായി തന്നെ നിലയ്ക്കൽ നിന്ന് പമ്പ വരെയല്ല ഏതുവരെ വേണമെങ്കിലും കൊണ്ടുപോകാൻ VHP തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അത് പിന്നീട് കേസായി താഴെ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ഇന്നിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ പറയുന്ന സർക്കാർ പറഞ്ഞിരിക്കുന്നു, അതിന് ഒരിക്കലും ഞങ്ങൾ ആ ഒരു അവകാശം വിട്ടുകൊടുക്കില്ല, അത് VHP അല്ല ആര് വന്നാലും കൊടുക്കില്ല, അത് ഇവിടുത്തെ ഹിന്ദുക്കളെ ചൂഷണം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. എങ്ങനെയാണ് സർ ഈ ഒരു കേസിലേക്ക് എത്തുന്നതും ഇത് കോടതിയിലേക്ക് എത്തുന്നതും അതിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാദര നമസ്കാരം. വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇത് നമ്മൾ ഈ ചർച്ചയ്ക്ക് ആധാരമാക്കിയിട്ടുള്ളത്. ശബരിമല കഴിഞ്ഞ കുറെ കാലമായിട്ട് അതൊരു 54 വർഷം നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും ശബരിമല തീർത്ഥാടനത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യാപകമായ ആസൂത്രണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എക്കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു മുഖ്യ കണ്ണിയാണ് ഈ KSRTC. അതായത് ഗവൺമെന്റിന്റെ, നമുക്കറിയാം, കേരള സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത വകുപ്പ് നിയന്ത്രിക്കപ്പെടുന്നതാണ് KSRTC. ആ KSRTC അടക്കമുള്ള കാര്യങ്ങളില് നമ്മൾ പഴയകാല ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് അയ്യപ്പ ഭക്തന്മാരെ കുത്തി നിറച്ച ലാഡറുകളിലും അതേപോലെ തന്നെ ലഗേജ് കാരിയേഴ്സിലും അവിടെയൊക്കെ തന്നെയും അയ്യപ്പ ഭക്തന്മാരെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈലിയായിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അയ്യപ്പ ഭക്തന്മാരെ പിന്നെ ഈ ലാഡറുകളും അതിനുശേഷം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് KSRTC ബസിന്റെ പിൻഭാഗത്തെ ലാഡറുകൾ അഴിച്ചു മാറ്റിയിരുന്നു. കാരിയേജിൽ ഈ ആളുകൾ കയറി കൂടാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ. അപ്പൊ ഒരിക്കലും ഇവിടെ തുടക്കത്തിൽ തന്നെ ഞാൻ മാന്യ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കാനന ക്ഷേത്രമായിട്ടുള്ള ഈ ശബരിമല സവിശേഷതകളാൽ സമ്പന്നമാണ്. ആ ക്ഷേത്രം സവിശേഷതകളാൽ സമ്പന്നം എന്ന് പറയുമ്പോൾ അതിന്റെ ആവിർഭാവം തന്നെ ഭഗവാൻ സത്യസ്വരൂപനായ കലിയുഗവരതനായ ഭഗവാൻ സ്വാമി അയ്യപ്പൻ തന്റെ വളർത്തച്ഛനായ പന്തളം മഹാരാജാവിനോട് ഉണർത്തിക്കുകയാണ്, അങ്ങയെ വിട്ടുപിരിയാൻ എനിക്ക് ആദിയായ വേദനയുണ്ട്, അതേപോലെ തന്നെ അങ്ങയ്ക്കും അങ്ങയുടെ മനസ്സ് വായിച്ചറിയാൻ എനിക്ക് കഴിയും, എന്നെ പിരിയാൻ അങ്ങയ്ക്കും അതിയായ ദുഃഖമുണ്ട്, വ്യസനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ശരം അയക്കും, ആ ശരം ചെന്ന് വീഴുന്ന സ്ഥലം ദിവ്യദൃഷ്ടിയാൽ അങ്ങയ്ക്ക് മാത്രം ദൃശ്യമാകുന്നതും അവിടെ എനിക്ക് ഒരു ആലയം പണിയണം, അവിടേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങള് അദ്ദേഹം പറയുന്നു. പന്തളം രാജവംശത്തിന് എങ്ങനെ വരണം, അതേപോലെ തന്നെ എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെ വരണം, അതിനുവേണ്ടി വളരെ വ്യക്തമായിട്ട് ഞാൻ അതിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ വളരെ, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാമജന്മഭൂമി വിഷയത്തില്, അയോധ്യ കേസില്
സ്കന്ദപുരാണത്തെയാണ് ആധാരമാക്കിക്കൊണ്ട് ഏറെ ബഹുമാന്യനായ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള ഏറെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് പരാശരൻ അവറുകൾ അദ്ദേഹം നിവർത്തിവെച്ച ഓരോ രേഖകളും സ്കന്ദപുരാണത്തെ ആധാരമാക്കിയായിരുന്നു. ആ സ്കന്ദപുരാണത്തിൽ കൃത്യമായിട്ട് അയോധ്യയുടെ മാഹാത്മ്യം വിശദീകരിക്കുന്നുണ്ട്. ആ അയോധ്യ മാഹാത്മ്യത്തെ ആധാരമാക്കിയാണ് ആ കേസ് പിന്നീട് മുമ്പോട്ട് പോയതും തെളിവായിട്ട് ബഹുമാനപ്പെട്ട പരാശരൻ വക്കീല് കോടതിയിൽ ഹാജരാക്കിയതും. ഇതേ മാതിരി തന്നെയാകുന്നു ശബരിമല വിഷയം. ബ്രഹ്മാണ്ഡ പുരാണത്തില് ശ്രീ ഭൂതനാഥോപാഖ്യാനം, ആ ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന ഭാഗം കേരള മാഹാത്മ്യം വിശദീകരിക്കുന്ന ഭാഗത്താണ്. ആ ഭൂതനാഥോപാഖ്യാനത്തിന്റെ ഒരു ചെറുതായ ഒരു രൂപം ശ്രീ ഭൂതനാഥൻ എന്ന പേരില് അമ്പലപ്പുഴ സ്വദേശിയായ ശ്രീമാൻ PN കൃഷ്ണനുണ്ണി അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കി. വിദ്യാരംഭം പ്രസ്സുകാരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും അത് മാർക്കറ്റിൽ ലഭ്യമാണ്. വളരെ കൃത്യമായിട്ട് ശബരിമലയുടെ മഹാത്മ്യം എങ്ങനെയാണ് വരേണ്ടതെന്നും എല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പടിത്തരങ്ങളെ, അവിടുത്തെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ഇതിനെ എല്ലാം സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ട്. ഭക്തജനങ്ങള് ഓരോ വർഷവും വളരെ വളരെ കൂടുതലായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു പരമപവിത്രമായ ഒരു ക്ഷേത്ര സന്നിധാനമാണ്. ആ ക്ഷേത്ര സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കാൽനടയായി വരുന്നവരുണ്ട്, സ്വന്തം വാഹനങ്ങളിൽ വരുന്നവരുണ്ട്, കോൺട്രാക്ട് കാരിയേജുകളിൽ വരുന്ന ഭക്തന്മാരുണ്ട്, റെയിൽവേയിലും എയറോപ്ലെയിനിലും എന്ന് വേണ്ട നാനാവിധത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ അവിടെ വരുന്നു. എങ്കിൽ കേരള സർക്കാർ മാറി മാറി വരുന്ന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഒക്കെ ആവശ്യം എങ്ങനെയാണ്? അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവര് കണ്ടെത്തിയ ഒരു മാർഗമാണ് എങ്ങനെ അയ്യപ്പ ഭക്തന്മാര് വരാതിരിക്കാം, എങ്ങനെ അവിടെ വരാതിരിക്കാം, അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതേപോലെ തന്നെ ഈ സർക്കാരും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതും ചെയ്തു വരുന്നതും തന്നെ. അതിലെ ഒരു പ്രധാന ഘടകമാണ് ഈ ശബരിമലയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. സർക്കാർ തന്നെ പറയുന്നു കേരളത്തിൽ ഏതാണ്ട് 100ഓളം KSRTC ഡിപ്പോകളുണ്ട്. ആ ഡിപ്പോകളിൽ നിന്നൊക്കെ തന്നെ സർവീസ് നടത്തുന്നുണ്ട് ശബരിമലയ്ക്ക്. ഈ ശബരിമലയ്ക്ക് എന്തിനാണ് സ്പെഷ്യൽ സർവീസ് വെക്കുന്നത്? പമ്പയിലേക്ക് ഷെഡ്യൂൾ സർവീസ് ഉണ്ട്. ഷെഡ്യൂൾ സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് നടക്കുന്നുണ്ട്, കൊട്ടാരക്കരയിൽ നടക്കുന്നുണ്ട്, ഈ അടുത്ത കാലത്ത് പന്തളത്തു നിന്നുണ്ടായിരുന്നു, ഇപ്പൊ അത് നിർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. വൈക്കം ഡിപ്പോയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു, കൊച്ചി ഡിപ്പോയിൽ നിന്ന് പമ്പ ബോർഡ് വെച്ച് ഷെഡ്യൂൾ സർവീസ് ഉണ്ട് നിത്യേന. ചെങ്ങന്നൂര് ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഓരോരോ കാരണങ്ങള് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പടച്ചു വിട്ടുകൊണ്ട് സ്പെഷ്യൽ സർവീസ് ആണെന്ന് പറഞ്ഞിട്ട് അധിക നിരക്ക് ഈടാക്കുന്നതിന് കാനന പാതകളാണെന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ പ്രത്യേക തീർത്ഥാടന കാലഘട്ടമാണെന്നും ഒക്കെ പറഞ്ഞ് വിവിധ തരങ്ങളില് അഡീഷണൽ ചാർജുകൾ വാങ്ങുമ്പോൾ നാം ആലോചിച്ച് നോക്കണം. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് തീർത്ഥാടനം പോകുന്ന ഹജ്ജ് യാത്രികർ, ഹാജിമാർക്ക് ഹജ്ജ് ഭവൻ എയർപോർട്ടിന് അടുത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഈ വർഷം പ്രത്യേകമായ ഹജ്ജ് ഭവൻ. ഇനിയുമോ സർക്കാർ അവരവരുടെ ഡിപ്പോകളിലെ ഏറ്റവും പുതിയ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹാജിമാരെ അവരുടെ വീടുകളിൽ നിന്ന് ഹജ്ജ് ഭവനിൽ എത്തിക്കുന്നതിന് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നു. ഈ സമയത്താണ് നമ്മൾ കാണേണ്ടത് ഈ ശബരിമല തീർത്ഥാടകരോട് അമിതമായ ചാർജ് വാങ്ങുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ അമിത ചാർജ് വാങ്ങുമ്പോൾ തന്നെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. 2 വിമാനത്താവളങ്ങളുള്ളത് ഏതാണ്ട് ശബരിമലയുമായിട്ട് കണക്കിലെടുക്കുമ്പോൾ രണ്ടും തുല്യ ദൂരത്തിലാണ് വരുന്നതെന്ന് വെക്കാം.
ഇങ്ങനെ വിമാനത്തിൽ വരുന്നവരായാലും ശരി, ട്രെയിനിൽ വരുന്നവരെ ഏറ്റവും അധികം ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂര് റെയിൽവേ യാർഡിൽ തന്നെ KSRTCക്ക് സർവീസ് നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. അവിടെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പണ്ട് പുരാതന കാലത്ത് KSRTCക്കാര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തിയിരുന്നില്ല. അന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വന്ന് KSRTC ബസ് സർവീസ് ആരംഭിക്കാൻ ശ്രമിക്കുമ്പോൾ ചെങ്ങന്നൂർ പ്രദേശത്തെ ഗുണ്ടകള്, ആരുടെ ഗുണ്ടകളാണെന്നറിയാമോ? ചെങ്ങന്നൂരിനും പ്രാന്തപ്രദേശങ്ങളിലെ മാവേലിക്കര, മാന്നാർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോഴഞ്ചേരി ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള, പന്തളം, അടൂര് ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രൈവറ്റ് കോൺട്രാക്ട് കാരിയേജസുകാര്, അതിന്റെ ഓണർമാര് അവിടെയുള്ള ഇടവഴികളിലെല്ലാം തന്നെ ബസ്സുകൾ കൊണ്ട് നിർത്തിയിട്ട് ആ ബസ്സിനകത്തേക്ക് ആളുകളെ കുത്തി നിറയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് അവര് കൊണ്ടുപോകും. ആദ്യകാലത്തൊക്കെ അവിടെ ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്ന് ഇങ്ങനെ KSRTCയിലെ ഇതേപോലെ സ്വകാര്യ വാഹനങ്ങളിലെ ആളുകളെ, അയ്യപ്പന്മാരെ കയറ്റും. റേറ്റ് പറഞ്ഞിട്ടാണ്. കയറുന്ന സമയത്ത് പറയും എല്ലാവർക്കും 100 രൂപ. ചെങ്ങന്നൂർ KSRTC ഡിപ്പോയുടെ എതിർവശമുള്ള പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ കാരിയേജിന്റെ 2 ഡോറുകളും വലിച്ചടച്ചിട്ട് അതിനകത്ത് നിൽക്കുന്ന ഗുണ്ട പറയും 200 എന്ന് വിളിക്കും. അപ്പോ പാവപ്പെട്ട സ്വാമിമാർ അതിനെ ചോദ്യം ചെയ്താൽ അതിലെ ഏറ്റവും ആരോഗ്യപരമായി ദുർബലതയുള്ള ഒരു അയ്യപ്പ ഭക്തനെ പിടിച്ച് അദ്ദേഹത്തെ നിഷ്ഠൂരമായി മർദ്ദിക്കുമായിരുന്നു. ഇതിനെതിരെയൊക്കെ ഹിന്ദു സംഘടനകൾ ശരിയായ രീതിയിൽ പ്രതികരിച്ച സമയത്ത്, പ്രതികരണങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മാനം മര്യാദയ്ക്ക് KSRTCക്കാര് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തി ഇന്ന് വിജയിപ്പിക്കുന്നത്. ഇന്ന് അവരുടെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ്സാണ്. ഞാൻ സൂചിപ്പിച്ചത്, ചെങ്ങന്നൂരിൽ നിന്നും പമ്പ ബസ് ബോർഡ് വെച്ച് പോയാൽ ചെങ്ങന്നൂരിൽ നിന്ന് 83 കിലോമീറ്ററാണ്. ആ 83 കിലോമീറ്റർ ദൂരത്തില് നമ്മൾ ആലോചിച്ച് നോക്കണം, പത്തനംതിട്ട വരെയോ അല്ലെങ്കിൽ ലാഹ വരെയോ അവിടെ ഒന്നും കാനനപാതകളല്ല. ശരിക്കും കാനനപാതകൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിലയ്ക്കലിന് ശേഷം കണക്കാക്കേണ്ട കാര്യമേ ഉള്ളൂ, നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ളത്. അപ്പൊ ഈ റോഡ് ഇതിലൂടെ പോകുന്നതിനാണ് പറയുന്നത് വന റോഡാണ്, കാനന റോഡ് പാതയാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രത്യേകമായ റേറ്റ് എടുക്കുന്നത്. പിന്നെ തീർത്ഥാടന കാലഘട്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതലായിട്ട് ആളുകളെ എടുക്കുന്നത്. അപ്പൊ ഈ പമ്പ ബസ് വരുമ്പോ നാം ആലോചിച്ച് നോക്കണം, പമ്പയില് ഒരു KSRTC ബസ് സ്റ്റേഷൻ, KSRTC ഡിപ്പോ തുറന്നു. ആദ്യകാലത്ത് ഈ സർവീസുകളെല്ലാം ചാലക്കയം വരെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ചാലക്കയം വരെ എന്തുകൊണ്ട് നിർത്തിയിരുന്നു കേരള സർക്കാരും KSRTCയും? കാരണം അത് കഴിഞ്ഞാലുള്ള റോഡ്, ചാലക്കയം മുതൽ പമ്പ വരെയുള്ള റോഡ്, ആ റോഡ് കേന്ദ്ര വനം വകുപ്പ്, കേന്ദ്ര സർക്കാര്, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള റോഡ്, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വക റോഡാണ്. അതിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അത് വിവരാവകാശ നിയമപ്രകാരം അതിന്റെ എല്ലാ രേഖകളും ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കൈവശമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ റോഡാണ്. അതേപോലെ തന്നെ ചെറുകിട ഇടത്തരം വാഹനങ്ങളുടെ പാർക്കിങ്ങിന് വേണ്ടിയാണ് ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ വനഭൂമി, കേന്ദ്ര വനം വകുപ്പ് വിട്ടുകൊടുത്തിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്, സൗജന്യമായി അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന്. ചെറുകിട വാഹനങ്ങളും ഇടത്തരം വാഹനങ്ങളും ചക്കുപാലം സെക്ടർ 1, സെക്ടർ 2, ഹിൽ ടോപ്പ്, പമ്പ, ത്രിവേണി, ഇവിടെ എല്ലാം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന 2017 വരെയും യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. 2018 പ്രളയമുണ്ടായി എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? കോടതിയും കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പമ്പയിലെ പമ്പ ത്രിവേണിയിലാവട്ടെ, ഹിൽ ടോപ്പിലാവട്ടെ, ചക്കുപാലം സെക്ടർ 1 സെക്ടർ 2 ഇവിടെ എങ്ങും തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ മുൻകാലങ്ങളിലെ പോലെ അനുവദിക്കാതെയായി. അതേപോലെ തന്നെ ചാലക്കയത്ത് സർവീസും, ചാലക്കയം വരെ സർവീസ് നടത്തിയിരുന്ന KSRTC സർക്കാരിനെ സ്വാധീനിച്ച സർക്കാർ വകുപ്പായതുകൊണ്ട് അതിന് കിട്ടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ടുള്ള ചങ്ങാത്തത്തില് അവിടെ എന്ത് ചെയ്തു? സ്ഥലം ഡിപ്പോയ്ക്ക് അനുവദിച്ചു, ഡിപ്പോ പണിതു. അതിനുശേഷം ആ ഡിപ്പോയായിരുന്നു
ചാലക്കയത്ത് താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന ആ KSRTC ഡിപ്പോ പരിപൂർണമായ ഒരു ഡിപ്പോയായിട്ട് പമ്പ ഡിപ്പോ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അതൊരു ഒരു പരിധിവരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. എല്ലാ വാഹനങ്ങളും അവിടേക്ക് വരുന്നു. വലിയ വാഹനങ്ങൾ മാത്രമാണ് നിലയ്ക്കലിൽ അന്ന് പാർക്ക് ചെയ്യാൻ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ വക സ്ഥലം നിലയ്ക്കൽ മഹാദേവന്റെ തിരുസന്നിധിയിലുള്ളിടത്ത് പിന്നെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഇടത്തരം ചെറുകിട വാഹനങ്ങൾ മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചക്കുപാലത്തും ഹിൽ ടോപ്പിലും പമ്പ ത്രിവേണിയിലുമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടിയിരുന്നു. വളരെ സൗകര്യമായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നു. അന്ന് ഈ ബസ്സുകൾ മുഴുവനും തന്നെ ഏത് ഡിപ്പോയിൽ നിന്ന് വന്നാലും അയ്യപ്പന്മാരുടെ സൗകര്യാർത്ഥം നേരെ വന്ന് പമ്പ ത്രിവേണിയിൽ അയ്യപ്പ ഭക്തന്മാരെ ഇറക്കും. അവിടെ നിന്നും അയ്യപ്പ ഭക്തന്മാരെ തിരിച്ചു പോരും. എന്നിട്ട് ഈ KSRTC ബസ് അയ്യപ്പന്മാരെ ഇറക്കിയും വെച്ച് നേരെ എവിടേക്ക് പോരും? KSRTC ഡിപ്പോയിലേക്ക് പോരും. KSRTC ഡിപ്പോയിലേക്ക് പോരുമ്പോ കുറെ അയ്യപ്പന്മാർ അവിടെ നിന്ന് കയറും. കാരണം എല്ലാ ബസ്സുകളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് KSRTCയുടെ പമ്പ ഡിപ്പോയിൽ നിന്നാണ്. പമ്പ ഡിപ്പോയിൽ വന്ന് കയറുന്ന അയ്യപ്പ ഭക്തന്മാര് അവര് വീണ്ടും എന്ത് ചെയ്യുന്നു? ആ ബോർഡ് വന്ന് ഇവിടെ കൂടെ ഒന്ന് കറങ്ങിയിട്ടാണ് പോകുന്നത്. ഒരു ബസ്സിന് സീറ്റിംഗ് കപ്പാസിറ്റി ഫുള്ളായി സ്റ്റാൻഡിങ്ങും കുറച്ചുകൂടെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നേരെ KSRTC ഡിപ്പോയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ ത്രിവേണി വരെ വന്നിട്ട് അവിടുന്ന് അയ്യപ്പന്മാരെ കൂടെ നിറച്ചുകൊണ്ടാണ് അവർ നേരെ വിട്ട് അതാത് ഡിപ്പോകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ അതായത് 2018 മുതൽ KSRTCയും കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചറിന്റെ അടിസ്ഥാനത്തില് അവരൊരു തീരുമാനമെടുത്തു. ഈ പാർക്കിംഗ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ചെറുകിട ഇടത്തരം വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കുകയില്ല. വലിയ വാഹനങ്ങളും എങ്ങനെയായിരുന്നു? അയ്യപ്പ ഭക്തന്മാര് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര ഇവിടുന്നൊക്കെ വരുന്ന അയ്യപ്പ ഭക്തന്മാര് വാഹനങ്ങളിൽ വരുമ്പോ അവര് കോൺട്രാക്ട് കാര്യേജ് അടിസ്ഥാനത്തിൽ അതാത് സംസ്ഥാന സർക്കാരുകളുടെ വാഹനങ്ങൾ അടക്കം ഹയർ ചെയ്ത് വരുന്നുണ്ട്. അവര് വരുമ്പോ അവരുടെ വ്രതത്തിന് ഭംഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുന്നതിനുള്ള ഗ്യാസ് സിലിണ്ടർ അടക്കം അവരുടെ ഗ്യാസ് സ്റ്റൗകള്, പാത്രങ്ങള്, അതേപോലെ തന്നെ ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള സാധന സാമഗ്രികൾ എല്ലാം തന്നെ തയ്യാറാക്കിയാണ് അവര് നേരെ ഈ വാഹനങ്ങളിൽ എത്തുന്നത്. അങ്ങനെ വരുന്ന വാഹനങ്ങൾ നേരെ എങ്ങും ഒരു തടസ്സവും ഇല്ലാതെ അവർക്ക് പമ്പയിൽ വന്ന് ഇറങ്ങി അവിടുന്നാണ് തിരിച്ചു വന്ന് നിലയ്ക്കലിലെ ആ വലിയ വാഹനങ്ങൾ മുഴുവൻ തന്നെ ബസ്സുകള് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിരുന്നത്. അപ്പോഴും അവിടെ ഈ ബസ് ജീവനക്കാർക്ക് ആവശ്യമായ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യം പോലും കേരള സർക്കാരോ ദേവസ്വം ബോർഡോ അല്ലെ പെരുന്നാട് ഗ്രാമപഞ്ചായത്തോ KSRTCയോ ഒന്നും ചെയ്തിരുന്നില്ല. അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞുകൊള്ളണം എന്നുള്ള ഒരു സ്ഥിതിയിലായിരുന്നു അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെല്ലാം തന്നെ. അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ തന്നെ ചെളിക്കുണ്ടായിട്ട് മാറും അവിടെ. ഇതൊന്നും അവർക്കൊന്നും പ്രശ്നമല്ല, എങ്ങനെയും പണം കിട്ടണം, ഇത് മാത്രമായിരുന്നു. അപ്പൊ 2018 മുതൽ എന്ത് ചെയ്തു? ഏത് വാഹനങ്ങൾ വന്നാലും, KSRTC വന്നാലും, സ്വകാര്യ വാഹനങ്ങളിൽ വന്നാലും, ചെറുകിട വാഹനങ്ങളായാലും, വലിയ ബസ്സുകളായാലും ശരി, ഇടത്തരം വാഹനങ്ങളായാലും എല്ലാം നേരെ പോലീസ് നിലയ്ക്കലിൽ തടയുന്നു. തടഞ്ഞതിന് ശേഷം അവരെ നേരെ നിലയ്ക്കലിൽ ഇറക്കി വിടുകയാണ്. ഇറക്കി വിട്ടിട്ട് ഞാൻ സൂചിപ്പിച്ചത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പമ്പ ബോർഡ് വെച്ച് പമ്പ വരെയുള്ള ഫെയർ സ്റ്റേജ് കണക്കാക്കി പൈസ വാങ്ങിച്ചതിന് ശേഷം അവരെ നിലയ്ക്കലില് 24 കിലോമീറ്റർ മുൻപിനാലെ അവരെ തടഞ്ഞു നിർത്തി നിർബന്ധപൂർവ്വം ഇറക്കി വിടുന്നു. ഇറക്കി വിട്ടിട്ട് വീണ്ടും അഡീഷണൽ ചാർജ് ഇതേ മാതിരി തന്നെ 30% 25% അധിക ചാർജ് അടച്ചുകൊണ്ട് അവരെ വീണ്ടും കുത്തി നിറച്ച് ആ ബസ്സില് കഴിഞ്ഞ വർഷമൊക്കെ അയ്യപ്പ ഭക്തന്മാരുടെ നിലവിളി കേൾക്കാമായിരുന്നു. വന്ധ്യവയോധികരായ മാളികപ്പുറങ്ങള്, മണികണ്ഠന്മാര്, കൊച്ചു കുട്ടികളായിട്ടുള്ള മാളികപ്പുറങ്ങള് ഇവരൊക്കെ തന്നെയും നിലവിളിക്കുന്ന, ശ്വാസം കിട്ടാതെ, ശുദ്ധജലം കിട്ടാതെ അങ്ങനെ നിറച്ചു കുത്തി മഴയെന്നില്ല, വെയിലെന്നില്ല, മഞ്ഞെന്നില്ലാതെ അയ്യപ്പ ഭക്തന്മാരെ മൃഗങ്ങളെ പോലെ മൃഗസമാനമായി കണക്കാക്കി ഈ ബസ്സിനുള്ളിൽ കുത്തി നിറച്ചു കൊണ്ടുപോയിട്ട് ഇവര് കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. അയ്യപ്പന്റെ ശാപം ഇവനെല്ലാം കിട്ടുമെന്നുള്ളതിന് 2 പക്ഷമില്ല. അങ്ങനെ കുത്തി നിറച്ചു കൊണ്ടുപോയി ഇവിടെ ഇറക്കുന്നു.
തിരിച്ച് അവിടെ നിന്ന് വീണ്ടും പമ്പയിലേക്ക് കൊണ്ടുപോകുന്നു. നാം ആലോചിച്ച് നോക്കണം, ഇത്രത്തോളം ദുരിതം എന്തിനു വേണ്ടി? ഈ ബസ്സുകള് KSRTC ബസ്സുകൾ നേരെ പമ്പയിൽ വരുന്നു. എല്ലാ വാഹനങ്ങളും ഇവിടെ വരട്ടെ, ചെറുകിട വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പതാക്കെ കേരള ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ, ചെറുകിട വാഹനങ്ങളും ഇടത്തരം വാഹനങ്ങളും. അപ്പോ ഒരു പരിധി വരെ കോടതി പോലും കണ്ണ് കെട്ടിക്കൊണ്ട് കണ്ണിൽ ചോരയില്ലാത്ത നടപടികളാണ് ശബരിമല വിഷയത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. നിരവധി ജഡ്ജിമാര് ശബരിമലയിലും പമ്പയിലും ഒക്കെ ഇത് നേരിട്ട് ബോധ്യപ്പെട്ട ജഡ്ജിമാരും അവരുടെ മുമ്പിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ തങ്ങളുടെ നിവേദനങ്ങളും പെറ്റീഷനുകളും എല്ലാ കേസുകളിലും കക്ഷി ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഹിന്ദുവിന് നേരെ കണ്ണു തുറക്കാൻ, ഹിന്ദുക്കൾക്ക് നേരെ, ഹിന്ദുക്കളെ ബഹുമാനപ്പെട്ട കോടതികൾ പോലും അവഗണിക്കുന്നതായ ഒരു സാഹചര്യമായിരുന്നു അനുഭവത്തിൽ ഉണ്ടായിരുന്നത് മുഴുവനും തന്നെ. അതുകൊണ്ടാണ് ഈ പാർക്കിങ്ങിന് പോലും അനുവദിക്കാതെ ഈ സെക്ടർ ചക്കുപാലം സെക്ടർ 1, സെക്ടർ 2, അതേപോലെ തന്നെ ഹിൽ ടോപ്പ് എന്നൊക്കെ പറയുന്നിടത്ത് ഈ പ്രളയത്തിന്റെ വലിയ ആഘാതം പോലും ഏറ്റിട്ടുള്ള പ്രദേശങ്ങളല്ല, പക്ഷെ അവിടെ പോലും പാർക്ക് ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല. അപ്പൊ ഈ മുഴുവൻ വാഹനങ്ങളിൽ വരുന്ന ആളുകളെയും, അപ്പൊ ഈ ശബരിമലയിൽ എത്തുന്ന അന്യസംസ്ഥാന അയ്യപ്പ ഭക്തന്മാർ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് അറിയാമോ? അവരോടൊപ്പം കുട്ടികളും വയോവൃദ്ധരായിട്ടുള്ള ഭക്തന്മാരും എല്ലാം ഉണ്ട്. അവരുടെ ആഹാര സാധനങ്ങൾക്ക് ആഹാരം തയ്യാറാക്കാൻ അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കില്ല. കഠിന വ്രതധാരികളായിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ വരുന്നത്. ആ ആഹാര സാധനങ്ങൾ ആലോചിക്കണം. ഇത്രത്തോളം തിരക്കുള്ള ഈ ചെയിൻ സർവീസ് ബസ്സുകളില് ഈ സാധനങ്ങൾ കുത്തി നിറച്ച് കയറ്റണമെന്നവരിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇതിനൊന്നും ഒരു സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഗവൺമെന്റോ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ പെരുന്നാട് ഗ്രാമപഞ്ചായത്തോ ഇവരൊന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. ഈ ഗതികേട് കണ്ട് മഴക്കാലത്ത് കയറി നിൽക്കാനിടവില്ല. മഞ്ഞും മഴയും വെയിലും ചെളിക്കകത്ത് കിടന്ന് ഉരുണ്ടും പെരണ്ടും പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പോലും സൗകര്യവും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ദുരിതപൂർണമായ സാഹചര്യം കണ്ടിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അതായത് കോൺട്രാക്ട് കാര്യേജ് പോകുന്നത് മാതിരി നിങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഇവിടുന്ന് കൃത്യമായിട്ട് നിലയ്ക്കലിൽ നിന്ന് സൗജന്യമായി ഞങ്ങൾ സർവീസ് നടത്തിക്കോളാം, ഒരു പൈസ വാങ്ങുന്നില്ല. അപ്പൊ ഫെയർ സ്റ്റേജിന്റെ പ്രശ്നം വരുന്നില്ല, അന്യായമായ ഇടപെടലുകളെ പറ്റി പറയുന്നില്ല. അവർ എല്ലാം ടാക്സ് അടച്ചിട്ടുള്ള വണ്ടികളാണ്, പ്രൈവറ്റ് വണ്ടികളാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് മുഴുവനും പ്രൈവറ്റ് വണ്ടികളാണ്. ആ വണ്ടികൾക്ക് ടാക്സ് അടച്ചിട്ടുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഈ റോഡിലൂടെ റോഡ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി അതുവഴി പോകുന്നതിന് എന്താണ് പ്രശ്നം? യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ സൗജന്യമായിട്ട് നടത്താമെന്ന് പറഞ്ഞപ്പോ വ്യാജ സത്യവാങ്മൂലം കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ കൊടുത്തുകൊണ്ട് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് റോഡിന്റെ ഉടമസ്ഥാവകാശം KSRTCക്കാണെന്നാണ് പറഞ്ഞത്. അവസാനം കോടതിയുടെ കണ്ടെത്തൽ എന്തായിരുന്നു? ഈ റോഡിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരാത്തത് കൊണ്ട് ബാക്കി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രയർ മുഴുവൻ ശരിവെച്ചു. എന്നാൽ ഇത് മാത്രം ഈ റോഡിനെ സംബന്ധിച്ചൊരു തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് കോടതിക്ക് ഇതിന് അനുകൂലമായി വിധി പറയുവാൻ സാധിക്കയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി. ആ വിധിക്കെതിരെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ചിദംബരേഷ്, ഏറെ ബഹുമാന്യനായിട്ടുള്ള ചിദംബരേഷ് മുഖാന്തരം സുപ്രീം കോടതിയിൽ ഈ കേസിൽ പോയിട്ടുള്ളത്. ആ സുപ്രീം കോടതിയിലെ കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറിയും ലോ ഓഫീസറും അവരൊരു പെറ്റീഷൻ, ഒരു സത്യവാങ്മൂലം കോടതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ മഹതി ഈ പമ്പ കണ്ടിട്ടുണ്ടോ? നിലയ്ക്കല്ലേ ഈ തിരക്ക് കണ്ടിട്ടുണ്ടോ? ആരും തിരക്ക് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാര് വന്ന സമയത്ത് ഒരു സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ദേവസ്വം ബെഞ്ചിലെ 2 ജഡ്ജിമാരാണ് അവിടെ വന്നത്. നിലയ്ക്കലും ഹിൽ ടോപ്പിലും ചക്കുപാലം സെക്ടർ 1-ലും 2-ലും പമ്പ ത്രിവേണിയിലും എല്ലാം വന്നവര് നോക്കിയും വെച്ച് പോയെന്ന് പറയുന്നത് അതായത് തീർത്ഥാടന കാലഘട്ടത്തിലല്ല. ഞാൻ ദൃക്സാക്ഷിയാണ്, കേസിലെ കക്ഷിയായോണ്ട് ഞാനും എന്റെ അഡ്വക്കേറ്റും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടതാണ്. അവര് വന്നത് തിക്കോ തിരക്കോ മനസ്സിലാക്കാൻ ഒന്നുമില്ലാതെ വെറുതെ. അന്ന് ഏറെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാല് പമ്പ പോലീസ് സ്റ്റേഷനിൽ പിന്നെ അവിടുന്ന് ഒരു ASI, ഒരു മുസ്ലിം, നാസർ എന്നോ മറ്റായിരുന്നു അയാളുടെ പേര്. അയാളാണ് അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അത്ഭുതം തോന്നിപ്പോയി. കളക്ടറുണ്ട്, SP ഉണ്ട്, DYSP ഉണ്ട്, CIമാരുണ്ട്, ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മീഷണറുണ്ട്, ശബരിമല
സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. ഇവരൊന്നുമല്ല. ജഡ്ജിമാരുടെ അടുത്ത് ഇതെല്ലാം വിശദീകരിക്കുന്നത് ഈ നാസർ എന്ന് പറയുന്ന ASI ആണ്. ആലോചിച്ച് നോക്കണം, എത്ര നിരുത്തരവാദപരമായ നടപടിയായിരുന്നു. കോടതിക്ക് അതിനകത്ത് യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. കോടതി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു 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 എന്താ പറയുന്നത്, ഒരു പ്രഹസനം മാതിരി എന്നാണ് കാണാൻ സാധിച്ചത്. കോടതി വന്നു, അവര് ഇതൊക്കെ കണ്ടും വെച്ച് പോയി. ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ പോലും കോടതി. അപ്പൊ കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നുള്ള ധാരണയിൽ ഞങ്ങളുടെ അഭിഭാഷകൻ മുഖാന്തരം ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയില്ല. ഞാൻ ചോദിക്കുന്ന ഒരു സംഭവം ഇതാണ്. ഇത്രയും അയ്യപ്പ ഭക്തന്മാര് വരുന്ന സമയത്ത് അവർക്ക് സൗകര്യം ഒരുക്കുവാൻ ബാധ്യതയുള്ള കേരള സർക്കാർ, അവർക്ക് സൗകര്യം ഒരുക്കാൻ ബാധ്യതയുള്ള KSRTC, അവരിന്ന് വ്യാജ സത്യവാങ്മൂലമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ആ വനിത അഡീഷണൽ സെക്രട്ടറി ഹാജരാക്കിയിട്ടുള്ളത്. അവര് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിൽ പരം അയ്യപ്പ ഭക്തന്മാരെ സീറ്റിൽ ഇരുത്തി ഓമനിച്ച് വെഞ്ചാമരം വീശിയാണ് കൊണ്ടുപോകുന്നതെന്നാണ് അയ്യപ്പന്മാരെ കൊണ്ടുപോകുന്നത്. സ്റ്റാൻഡിങ്ങിൽ ആളുകളെ കൊണ്ടുപോകുന്നതേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ വല്ലപ്പോഴും എങ്ങാണ് ഒന്നോ രണ്ടോ പേര് സ്റ്റാൻഡിങ്ങിൽ വന്ന് ഈശ്വര ഭഗവാൻ സാക്ഷാൽ കലിയുഗവരതനായ അയ്യപ്പൻ പോലും സഹിക്കുകയില്ല. ഇവരൊക്കെ ഇതിന്റെ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്തിനീ പച്ചക്കള്ളം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അവതരിപ്പിക്കുന്നു? അപ്പൊ അതാണ് ഒരു സംഗതി പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ പെർമിറ്റിന് വിപരീതമായ നടപടിയായി പോകുന്നതാണ്. ഇവിടെ ഒറ്റ സംഗതി മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ അടുത്ത അവധിക്ക് ഞങ്ങളുടെ വക്കീല് ഈ കാര്യങ്ങൾ പറയും. നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല, നിങ്ങൾ വിശ്വഹിന്ദു പരിഷത്ത് തരുന്നില്ല, തരണ്ട. പക്ഷെ കോടതി ഒരു കാര്യം ചെയ്യണം. ഈ വരുന്ന മുഴുവൻ വാഹനങ്ങളും 2017 വരെ നടന്നു വന്നിരുന്നത് മാതിരി മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെയും പമ്പയിൽ കൊണ്ടുവന്ന് ഇറക്കുകയും, കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും കുറവ് ദൂരം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റേഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 83 കിലോമീറ്റർ, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നുള്ളത്. ഇത്രയും ദൂരം കൊണ്ടുപോകുന്ന സമയത്ത് ഇവർക്ക് യാതൊരു വിധമായ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കോ അവർക്ക് യാതൊരു സൗകര്യങ്ങളും കിട്ടാത്ത സാഹചര്യത്തില് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതേമാതിരി കൊണ്ടുവന്ന് ഒരു യാർഡിലേക്ക്, ഇല്ല കാലിത്തൊഴുത്തിനെക്കാട്ടിൽ കഷ്ടമായിട്ടുള്ള അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക. എന്നിട്ട് എന്താണ്, നിയമത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾ, അയ്യപ്പ ഭക്തന്മാരെ അടിച്ചോടിക്കുകയാണ്. KSRTCയിലെ ഈ ഗാർഡന്മാരും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടല്ലോ, അവരൊക്കെ SP റാങ്കിലുള്ളവരാണെന്നുള്ള ഭാവത്തിലാണ് ഈ അയ്യപ്പന്മാരെ അടിച്ചോടിക്കുന്നത്. അതേപോലെ പോലീസ്, ഈ മര്യാദയില്ലാത്ത പോലീസ്. ആദ്യകാലങ്ങളിലൊക്കെ തന്നെ പോലീസ് അയ്യപ്പന്മാരെന്നാണ് പറയുന്നത്, വ്രതധാരികളായിട്ട്. അവരും അയ്യപ്പ ഭക്തന്മാരായിട്ടാണ് അവിടെ വരുന്നത്, അയ്യപ്പന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് വരുന്നത്. ഇന്ന് അതിനെയെല്ലാം തന്നെ ഈ തീർത്ഥാടനത്തെ ഏത് വിധേനയും അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്കൂട്ടര് ഈ നടപടികൾ മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കോടതിയിലും അവർ ഈ കളവ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. കള്ളക്കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫെയർ സ്റ്റേജ് ഇത്ര, അതിനകത്ത് ഏതായാലും കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഫെയർ സ്റ്റേജിനെ സംബന്ധിച്ച് യാതൊരു ആക്ഷേപവും ഇല്ല. എന്തിനു വേണ്ടി പമ്പ വരെ ടിക്കറ്റ് എടുക്കുന്ന ഒരു അയ്യപ്പ ഭക്തനെ പമ്പ വരെ കൊണ്ടുപോകാൻ ബാധ്യതയുള്ളവരെ എന്തിനിടയ്ക്ക് ഇറക്കി വിട്ടും വെച്ച് വീണ്ടും കുത്തി നിറച്ച് വീണ്ടും പൈസ അവരിൽ നിന്ന് ഈടാക്കുന്നത് അനീതിയാണ്, അധർമ്മമാണ്. അത് അംഗീകരിക്കാൻ സാധ്യമുള്ളതല്ല. അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞ് ഞങ്ങള് സൗജന്യമായിട്ട് കൊണ്ടുപോകാം. ഒരേ സമയം 20 ബസ്, എപ്പോഴും അവിടുന്ന് 20 ബസ് നേരെ ചെയിൻ സർവീസ് മാതിരി അവിടെ നിന്ന് ഇതായിട്ട് പോകും, സർവീസ് കൊണ്ട് ഒരു പൈസ ഈടാക്കുകയില്ല. ആകെ സർക്കാരിന്റെ സഹായം വേണ്ടത് ഈ ഇതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലം സൗകര്യം ഞങ്ങള് ബുദ്ധിമുട്ടില്ലാതെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥല സൗകര്യം മാത്രം തന്നാൽ മതി. ആ ക്രൂവിനും അവർക്ക് ടെമ്പററി സംവിധാനം മതി, അവർക്ക് താമസിക്കുന്നതിന് ഒരു ടെമ്പററി സംവിധാനം തന്നാൽ മതി. അതൊക്കെ ഞങ്ങൾ തയ്യാറാക്കിക്കോളാം. അപ്പൊ ഈ ഒരു തരത്തില്, അപ്പൊ ഇത് വിശ്വഹിന്ദു പരിഷത്ത് ഇത് ചെയ്യുന്നത് സർക്കാരിനോടുള്ള വെല്ലുവിളിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനുള്ള വെല്ലുവിളിയോ ഒന്നുമല്ല. അയ്യപ്പ ഭക്തന്മാർക്ക് സുഖയാത്ര, സുഖദർശനം. അപ്പൊ ഇന്ന് ദുരിതപൂർണമായ യാത്രയാണ് കേരളത്തിൽ കയറി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും കോഴിക്കോട്, കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഹലാൽ ഭക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടലുകളിലൊക്കെ തന്നെ വ്യാജ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹിന്ദുവിന്റെ ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച്, വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച്, നിയമം അനുസരിച്ച് നോൺ വെജിറ്റേറിയൻ സാധനങ്ങള് പാകം ചെയ്ത് വിൽപ്പന നടത്തുന്ന
ഹോട്ടലുകളിലെ ഇത് വെജിറ്റേറിയൻ നടത്താൻ പാടില്ല. ഇനി അഥവാ വെജിറ്റേറിയൻ വേണമെങ്കിൽ അതിന് പ്രത്യേകമായ അടുക്കള, പ്രത്യേകമായ പാത്രങ്ങള്, പ്രത്യേകമായ സംവിധാനങ്ങള്, പ്രത്യേകമായി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങള്, ഇതൊക്കെ ഇവിടെ പരിപാലിക്കപ്പെടുന്നുണ്ടോ? അപ്പൊ ഈ അയ്യപ്പ ഭക്തന്മാരെ ഏത് തരത്തിലും ആത്മീയമായ രീതിയിൽ അവർക്ക് വ്രതഭംഗം വരുന്നു. ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അയ്യപ്പ ഭക്തന് വ്രതഭംഗം സംഭവിച്ചിരിക്കും, ആചാര ലംഘനം അവൻ അറിയാതെ സംഭവിച്ചിരിക്കും, പാത്രീഭൂതമായിരിക്കും എന്നതിന് രണ്ടു പക്ഷമില്ല. പിന്നീട് കൊടിയ മർദ്ദനങ്ങളാണ്. കോഴിക്കോട് ഭാഗത്തൊക്കെ വരുമ്പോ 24 മണിക്കൂറും ഈ തീർത്ഥാടന കാലഘട്ടത്തില് കോഴിക്കോടൻ അലുവ എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഹസനം നടത്തിക്കൊണ്ട് ഇതെല്ലാം തന്നെ ഈ തുപ്പല് ചാലിച്ച ഹലുവകളാണ് മുസ്ലിങ്ങളുടെ കടകളിലൊക്കെ തന്നെയും വിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ സാധന സാമഗ്രികളെ വാങ്ങാനായിട്ട് ചെല്ലുന്ന അയ്യപ്പ ഭക്തന്മാരോട് ചൂഷണം ചെയ്യുകയാണ്, തോന്നിയ മാതിരിയുള്ള വില ഈടാക്കുകയാണ്. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തു പോയെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ കൊടിയ മർദ്ദനം. കൊടിയ മർദ്ദനത്തിന് പരാതിപ്പെട്ടാലോ പരാതിപ്പെടുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ പോലീസ് കേസെടുക്കുന്നതായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് എത്തുന്ന അയ്യപ്പ ഭക്തന്മാര് അവർക്ക് ഇനി വ്രതഭംഗം വരരുത് എന്ന് കരുതി ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ പാത്രങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഈ യാത്രയിലെ അവർക്ക് യാത്ര ക്ലേശം ഉണ്ടാക്കുക, അവർക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ആ ദുരിതപൂർണമായ അവസ്ഥാവിശേഷത്തിന് പരിഹാരം വരുത്തണം. അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഈ വർഷം മുതൽ വിശ്വഹിന്ദു പരിഷത്ത് ചെങ്ങന്നൂരിലെ 1.5 കോടി രൂപ മുടക്കിയിട്ട് സ്ഥലം വാങ്ങിച്ചു റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന്. ചെങ്ങന്നൂരിലെ റെയിൽവേക്ക് വികസനത്തിന് ആവശ്യമായ സ്ഥലമില്ല. നാളെ അയ്യപ്പ ഭക്തന്മാർക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി അനുസരിച്ച് ചെങ്ങന്നൂരിൽ നിന്നും അയ്യപ്പൻ, കലിയുഗവരതനായ ഭഗവാൻ പൊന്നയ്യപ്പൻ, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പുലിവാഹനനായ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് ജീവനുള്ള വസ്തുവാണെന്നുള്ളതിന്റെ വ്യക്തമായ അനുഭവമാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ ആവാൻ പോകുന്നു. ചെങ്ങന്നൂരിൽ നിന്നും തീർത്ഥാടന കാലഘട്ടത്തിൽ പമ്പ വരെ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോകുന്നു. റെയിൽവേ ബോർഡ് പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു. അത് നടപ്പിലായാൽ KSRTC-കാരന് വാലും ചുരുട്ടി ഇപ്പോ 5 മാസത്തെ ശമ്പളം വല്ലപ്പോഴുമെങ്കിലും ചില്ലറയായിട്ട് കൊടുക്കുമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് വരുന്നത് ഈ KSRTC തന്നെ നിഷ്പ്രഭമായി പോവും. അയ്യപ്പന്റെ ശാപമാണ് എന്നതിന് യാതൊരു സംശയമില്ല. ആ റെയിൽവേ വരികയാണ്. 40 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഒരു അയ്യപ്പ ഭക്തൻ ആ ട്രെയിനിൽ കയറിയ 45-ാമത്തെ മിനിറ്റിൽ അയാൾ പമ്പയിൽ ഇറങ്ങി കുളിച്ച് സുഖമായിട്ട് തന്റെ യാത്ര 45 മിനിറ്റ് മതി. ഇപ്പൊ KSRTC ബസ്സുകള് 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ സമയം വരെ ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലെത്താൻ സമയമെടുക്കുന്നു എങ്കിൽ ട്രെയിനിൽ 45-ാമത്തെ മിനിറ്റിൽ പമ്പയിൽ അയ്യപ്പ ഭക്തന് ഇറങ്ങാനായിട്ട് സാധിക്കുന്നു. പക്ഷെ അവർക്ക് വിരിവെക്കാനിടമില്ല. റെയിൽവേ പ്ലാറ്റ്ഫോമുകളില് തിരക്ക് കൂടുന്ന സമയത്ത് അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും മണികണ്ഠന്മാരെയും ചവിട്ടി തേച്ചുകൊണ്ടാണ് നിത്യേനയുള്ള സാധാരണ യാത്രികരായിട്ടുള്ള ആളുകൾ ഓടിപ്പോയി ട്രെയിനിൽ കയറുന്നത്. കാരണം പ്ലാറ്റ്ഫോമില് അയ്യപ്പ ഭക്തന്മാർക്ക് തളർന്നുറങ്ങുന്ന മണികണ്ഠന്മാരടക്കം, മാളികപ്പുറങ്ങളടക്കം അവർക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ല. റെയിൽവേ ആകെ കൂടി ഇത്തിരി സ്ഥലത്ത് കഷ്ടിച്ച് 100 ആളുകൾക്ക് പോലും കിടക്കാൻ ഇടമില്ലാത്ത സമയത്താണ് 10,000-കണക്കിന് ഭക്തന്മാർ അവിടെ വന്ന് തമ്പടിക്കുന്നത്. മകരവിളക്ക് ദിവസമൊക്കെ ആ ചെങ്ങന്നൂരിലെ കാഴ്ച പരമദയനീയമാണ്, വളരെ ദയനീയമാണ്. KSRTC-യോ ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ല, ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കാറില്ല, കേരള സർക്കാർ തിരിഞ്ഞു നോക്കാറില്ല. എന്തിനേറെ ചെങ്ങന്നൂർ നഗരസഭ, കേരള സർക്കാർ 25 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ആ 25 ലക്ഷം രൂപ വകമാറ്റി ചെലവഴിക്കുന്ന ചെങ്ങന്നൂർ നഗരസഭയുടെ പാരമ്പര്യം ഇന്നും അവര് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു സ്ഥിതിവിശേഷം. യാതൊരു സംശയമില്ല. ഒരു കാലത്ത് അവർ കൊടുത്ത 25 ലക്ഷം രൂപ ഉപയോഗിച്ച് കുറെ ട്രാക്ടറുകൾ വാങ്ങിച്ചു, അതിനോടൊപ്പം ട്രെയിലറുകളും ഘടിപ്പിച്ച് ഈ എന്താ പറയുന്നത് വേസ്റ്റ് വാരിയെടുക്കാനാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരത്തിൽ അയ്യപ്പന്മാർക്ക് സേവനമരുളുവാൻ ഒപ്പിച്ച സംവിധാനമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ അയ്യപ്പന്മാരോട് കടുത്ത അവഗണന കണ്ട് പൊറുതിമുട്ടിയിട്ടാണ് അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, എല്ലാ സൗകര്യങ്ങളും
ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ അതിന്റെ പണി ഉടൻ തന്നെ ആരംഭിക്കും. വളരെ ഗംഭീരമായിട്ട് ഓരോ നിലകളിലും 38 മുറികളും ഡോർമെറ്ററികളും മിനി ഡോർമെറ്ററികളും ഒക്കെ ആയിട്ട് അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാനും അവർക്ക് കുളിക്കാനും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാനും അവർക്ക് കെട്ടുനിറയ്ക്കാൻ ശബരിമല നട തുറന്നിരിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ആ തിരുസന്നിധിയിൽ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രം, ചെറുതായ ഒരു അയ്യപ്പ ക്ഷേത്രം എല്ലാ സംവിധാനങ്ങളോടും കൂടി ഉള്ള 24 മണിക്കൂറും ഓരോ സംസ്ഥാനക്കാർക്കും ഇഷ്ടപ്പെട്ട പ്രത്യേകമായ ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരും നിറകണ്ണുകളോടെ ഈ ഗവൺമെന്റിനെ, കേരള സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ശപിച്ചിട്ടാണ് പോരുന്നത്. കാരണം അവിടെ കടകൾ മുഴുവനും തന്നെ ഇന്ന് എല്ലാവരും തിരിച്ചറിയുന്നു, മുസ്ലിമങ്ങളാണ് കടകൾ മുഴുവൻ കോൺട്രാക്ട് എടുക്കുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ ആ പരമ്പരാഗത കാനനപ്പാതയുടെയും സ്വാമി അയ്യപ്പൻ റോഡിന്റെ ഇരുവശങ്ങളിലെയും മിക്കവാറും എല്ലാ കടകളും 90% കടകളും മുസ്ലിമങ്ങളുടേതാണ്. നടപ്പന്തലിൽ ഇറങ്ങുന്നതിന് ഇടതുവശത്തുള്ള കടകള് ഒക്കെ തന്നെ ഹിന്ദുക്കളുടെ പേരിൽ കരാറ് പിടിച്ചാലും അതൊക്കെ തന്നെ മുസ്ലിമങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അവിടുത്തെ ട്രാക്ടറുകൾ മുഴുവനും അതിന്റെ മെയിൻ ട്രാക്ടറുകൾ ഓടുന്നതിനൊന്നും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. പ്രധാന ട്രാക്ടർ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ പാസ്റ്ററാണ്. പെന്തക്കോസ്ത് സഭയിലെ ഒരു മുതിർന്ന പാസ്റ്ററാണ് അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും വലിയ എന്താ പറയുന്നത്, ഈ അന്യായമായ പലിശ ഈടാക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട് സന്നിധാനവും പമ്പയും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ. ആരും ചോദിക്കാനില്ല. ഇതിനൊക്കെ തന്നെയും ദേവസ്വം ബോർഡും ജീവനക്കാരും അതേപോലെ ശബരിമലയിൽ എത്തുന്ന ജീവനക്കാരും ഒക്കെ തന്നെയും ഈ സംവിധാനത്തിന് കൂട്ടുനിന്നുകൊണ്ട് കിട്ടുന്ന നക്കാപ്പിച്ച, പക്ഷേ ഭഗവാന്റെ ശാപതാപാദികൾ ഇവന്റെ തലമുറകളെ ഇല്ലാതാക്കും എന്നുള്ള ആ ഒരു ഭയം പോലും ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സേവന കേന്ദ്രത്തിലെ അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. എന്ന് മാത്രമല്ല, ഈ വർഷം ഏറെ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സന്യാസിമാരിൽ ഒരാളായിട്ടുള്ള സ്വാമി ഉദിത് ചൈതന്യജി, അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുമ്പിൽ ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അതായത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾ ആരെയും കണ്ടെത്തിയിട്ട് അവരോട് സംസാരിച്ചിട്ട് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുക. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മേൽനോട്ടത്തില്, അതായത് ഈ രാജ്യത്തെ ഈ നാട്ടിലെ നല്ല ഹോട്ടലുകൾ നടത്തുന്ന ഹിന്ദുക്കളായിട്ടുള്ള വ്യാപാരികളെ കണ്ടെത്തിയിട്ട് അവര് മുഖാന്തരം കുറഞ്ഞ ചെലവിൽ ഭക്ഷണം, വാഹനങ്ങളില് എല്ലാ കവലകളിലും കുറഞ്ഞ ചെലവിൽ ശുദ്ധമായ വെജിറ്റേറിയൻ ആഹാരം ശുദ്ധവൃത്തിയോടുകൂടി ആചാര അനുഷ്ഠാനങ്ങളോടും പരിപാലിച്ചുകൊണ്ട് തന്നെ സ്വാമിമാർക്ക് ഒരു തരത്തിലുള്ള വ്രതഭംഗവും ഉണ്ടാവാതിരിക്കത്തക്ക തരത്തിലുള്ള ആഹാരം വിതരണം ചെയ്യാന് ഇപ്രാവശ്യം ഒരു ചെറിയ തോതിലെങ്കിലും ഞങ്ങൾ തുടങ്ങി വെക്കും. അതിന്റെയൊക്കെ സെന്റർ നിശ്ചയമായിട്ടും ചെങ്ങന്നൂരിലെ ഈ കേന്ദ്രത്തിൽ നിന്നും ആരംഭിക്കാനായിട്ട് ഈ വർഷം തന്നെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ആ സംവിധാനത്തിലാണെങ്കിൽ പോലും ആ സേവാ കേന്ദ്രം ഈ തീർത്ഥാടനത്തോടു കൂടി തന്നെ ആരംഭിക്കാനാണ് പദ്ധതി ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് ഈ സർക്കാരിന് ഓരോ നിയമങ്ങളും നമ്മൾ നോക്കുക. ഓരോ നിയമങ്ങളും അവിടെ കൊണ്ടുവരുന്ന എന്താണ്, ഒരു ദിവസം ഇത്ര പേരെ വരാൻ പാടുള്ളൂ. ഇത് ഏത് കാലത്തെ നിയമമാണ്? ഏത് കാലത്തെ നിയമമാണ്? ഏത് തീർത്ഥാടനത്തിന് ഇത് ചെയ്യാൻ സാധിക്കുന്നത്? നാം ആലോചിച്ച് നോക്കണം. തിരുപ്പതി പോലെയുള്ള സ്ഥലങ്ങളിൽ, ഇന്ന് അയോധ്യ ശ്രീരാമക്ഷേത്രത്തില് ലക്ഷങ്ങളാണ് ഓരോ ദിവസവും വന്നു കയറുന്നത്. ലക്ഷങ്ങള്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് അതിനുശേഷം ഞാൻ നേരിട്ട് ആ ദർശനം നടത്തിയ, ഞാൻ പോയ ദിവസങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ക്യൂവിൽ നിന്ന് പോകുന്നത്. അവരുടെ ചെരുപ്പുകൾ മോഷണം പോകുന്നില്ല, ചെരുപ്പുകൾ നഷ്ടപ്പെടുന്നില്ല, അവരുടെ ബാഗുകൾ നഷ്ടപ്പെടുന്നില്ല, പോക്കറ്റ് അടിക്കപ്പെടുന്നില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. അയ്യപ്പ ഭക്തന്മാർക്ക് അവിടെ ദർശനം നടത്തുന്ന എല്ലാ ആളുകൾക്കും സുഖദർശനം തന്നെ കിട്ടുന്നുണ്ട്. സുരക്ഷിതമായ യാത്രയാണ്, സുരക്ഷിതമായ തീർത്ഥാടനമാണ് അയോധ്യയിൽ നടക്കുന്നത്. സുഖദർശനമാണ് കിട്ടുക. ഞാൻ അനുഭവിച്ച ആളാണ്. സുഖദർശനമാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ സംവിധാനങ്ങളെ മുഴുവൻ താറുമാറാക്കിക്കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ജീവനക്കാരും കൂട്ടുചേർന്നുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തിനെ അട്ടിമറിച്ച് എങ്ങനെയും പണം സമ്പാദിക്കാൻ, ശബരിമല കോളെന്നാണ് പറയുന്നത്, എങ്ങനെയും പണം സമ്പാദിക്കാനുള്ള ഒരു സാഹചര്യമാണ്
ഇവർ ചെയ്യുന്നത് മുഴുവനും തന്നെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കേസുമായിട്ട് പോകാനുള്ള ഒരു കാരണമെന്ന് ഈ തെറ്റായ കളമായ വിവരണം ഇനിയിപ്പോ ഇവരുടേതൂടെ വരാനുണ്ട്. അവർ അവധി ചോദിച്ചിരിക്കുകയാണ് ഇപ്പൊ സുപ്രീം കോടതിയോട്, KSRTC. അവരുടെ സത്യവാങ്മൂലം വരട്ടെ. ആ സത്യവാങ്മൂലത്തിനും എതിർ സത്യവാങ്മൂലം വിശ്വ ഹിന്ദു പരിഷത്ത് സമർപ്പിച്ചു കോടതി തീരുമാനിക്കട്ടെ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ കലിയുഗവരതനായ അയ്യപ്പൻ തീരുമാനിക്കട്ടെ. അയ്യപ്പന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് മുഴുവനും. എന്നെ ന്യൂസ് കഫേ ലൈവിലെ മുഴുവൻ പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. ഒരു കാര്യം നാം ആലോചിക്കണം. 1950-കളില് ശബരിമല ക്ഷേത്രം തച്ച് തകർത്ത്, തീ വെച്ച്, ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ച്, ഭഗവാന്റെ വിഗ്രഹം തല്ലിത്തകർത്ത്, അന്നൊരു പക്ഷേ ആ കാപാലികരെ, ആ കൊള്ളക്കാരെ, ആ കൊള്ളിവയ്പ്പുകാരെ, ആ ക്ഷേത്രധ്വംസകരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുവാൻ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നാം ആലോചിച്ച് നോക്കണം. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ചങ്ങനാശ്ശേരി പെരുന്നയിൽ പോയി നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള, ലോകം ബഹുമാനിക്കുന്ന, ലോകം ആരാധിക്കുന്ന യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ കാല് തിരുമ്മി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ശബരിമല ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ച, ശബരിമല ക്ഷേത്രം തകർത്ത ആ കസ്മലന്മാരെ, ആ കൊള്ളക്കാരെ, ആ കുറ്റവാളികൾ ആരായിരുന്നാലും ശരി, എത്ര വലിയ ഉന്നതന്മാരായാലും ശരി, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അധികാരത്തിൽ ഏറിയ സർക്കാർ, ഏറെ ബഹുമാനായ മന്നത്ത് പത്മനാഭൻ മുഖ്യമന്ത്രിയെ കാണാൻ കേരള നിയമസഭയില് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തോടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ആരുടെയും മുമ്പില് കൂസാതെ കസേര വലിച്ചിട്ട് ഇരുന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അപ്പൊ എന്താ പറയുന്നത്? അങ്ങനെ അപ്പോഴാണ് പറഞ്ഞത്, ഇതേപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ പലതും പറയും, അതൊന്നും നടപ്പാക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അദ്ദേഹം എന്താ പറയുന്നത്, ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മഹാവ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കൊണ്ടാണ് അന്ന് ഈ ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലംപൊത്താനിടയായത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ അന്ന് മുതൽ തന്നെ സർക്കാരിന്റെ ലൈൻ എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രം എന്തിനു വേണ്ടി തീ വെച്ചു, ഇത് ഇവിടുത്തെ സാധാരണക്കാരന് അറിയാനുള്ള ആഗ്രഹമില്ല. എന്തിനു വേണ്ടി? ഇവിടെ കാട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു ക്ഷേത്രം, ആർക്കും അവകാശം പറയാനില്ലാത്ത ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തെ ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യവും, ആ നശിപ്പിച്ചവനെ നടപടിയെടുക്കുവാൻ, അവനെ ശിക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അവനെ മാതൃകാപരമായി അവന്റെ മേൽ നടപടിയെടുക്കാനുള്ള ബാധ്യതയുള്ള ഒരു സർക്കാർ ആരെ ഭയന്നിട്ടാണ് ആ നടപടി ചെയ്യാതിരുന്നത്? അതേസമയം 1983 മാർച്ച് മാസം 23-ാം തീയതി നിലയ്ക്കൽ മഹാദേവനെ തച്ച് തകർത്തുകൊണ്ട്, പള്ളിയറക്കാവ് ദേവിയെ തകർത്തുകൊണ്ട്, നാഗരാജാവിന്റെയും നാഗേക്ഷുടെയും വിഗ്രഹങ്ങൾ തല്ലി തകർത്തുകൊണ്ട്, മണ്ണിപ്പറമ്പ് മുണ്ടക്കയത്ത് മണ്ണിപ്പറമ്പിൽ MD ജോസഫിന്റെ ചാണകക്കുഴിയിൽ സൂക്ഷിച്ചിരുന്ന കുരിശ് അവിടെ നിന്നും കൊണ്ടുവന്ന് നിലയ്ക്കലില് കൃത്രിമമായി സ്ഥാപിച്ച് ആ കുരിശ് 18 മലകൾക്കും വെളിയിലേക്ക് കൊണ്ടുപോകണം എന്ന് വിശ്വഗുരുവായിട്ടുള്ള സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളും ഹിന്ദു നേതാവായിട്ടുള്ള ഏറെ ബഹുമാന്യനായ കുമ്മനം രാജേട്ടനും ഒരേ സ്വരത്തിൽ പറയുമ്പോ അവരുടെ പിന്നിൽ ഭക്തന്മാരും അയ്യപ്പന്റെ ചൈതന്യവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് പോലീസിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നില്ല, അവർക്ക് പോലീസിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല, സൈന്യത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല, ഭരണത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല, പട്ടാളത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല, MLA-മാരുടെയോ MP-മാരുടെയോ പിന്തുണ ഉണ്ടായിരുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭക്തന്മാരും സാക്ഷാൽ സർവേശ്വരനായ ജഗതീശ്വരനായ ഭഗവാൻ കലിയുഗവരതനായ അയ്യപ്പനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിവാങ്ങാൻ, ഇടിവാങ്ങാൻ, വെടിയേറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് ഹൈന്ദവ സ്വാഭിമാനികളായ ഹൈന്ദവ യുവത്വം ആ നിലയ്ക്കലിലേക്ക് മാർച്ച് ചെയ്തപ്പോ 18 മലകൾക്കും പുറത്ത് ഇതിന് വെളിയിൽ കൊണ്ടുപോകണം ഈ കളങ്കിതമായ കുരിശ് എന്ന് പറയുന്ന സമയത്ത് അതിന് തയ്യാറായി.
അപ്പോഴും ആലോചിച്ച് നോക്കണം, ആരെയാണ് പ്രീണിപ്പിച്ചത്? കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന ലീഡർ കെ കരുണാകരൻ അന്ന് 25 ഹെക്ടർ സ്ഥലം കരമൊഴിവായി എക്യുമെനിക്കൽ ദേവാലയത്തിന് നിലയ്ക്കൽ ഭദ്രാസനം എന്നും പറഞ്ഞൊരു പുതിയ സംവിധാനവും പുതിയ സഭയും ഒക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ അവർക്ക് കൈമാറ്റം ചെയ്തതും നാം ആലോചിക്കണം. എന്നിട്ടും അടുത്ത ഘട്ടം എന്താ ചെയ്തത്? ശബരിമല മേൽശാന്തിയെ അവിടേക്ക് കൊണ്ടു. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരം? ന്യൂസ് കഫേ ലൈവിലെ എന്റെ മാന്യ ശ്രോതാക്കള്, അതിന്റെ വ്യൂവേഴ്സ്, നിങ്ങൾ വിലയിരുത്തണം. ഇത് എന്തിനു വേണ്ടി അവിടേക്ക് കൊണ്ടുപോയി എന്താണ് മേൽശാന്തിയെ അവിടെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കുമ്പസരിപ്പിക്കുന്നു, കുർബാന സ്വീകരിപ്പിക്കുന്നു, അതിന്റെ വീഡിയോ രേഖപ്പെടുത്തുന്നു. ആ വീഡിയോകള് തമിഴ്നാട്ടിലെയും അതേപോലെ തന്നെ ആന്ധ്രയിലെയും കർണാടകത്തിലെയും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും ചേരികളിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിൽ, അയ്യപ്പധർമ്മ വിശ്വാസികളായ ഹൈന്ദവരുടെ ഇടയിൽ കൊണ്ടുപോയി കാണിക്കുന്നു. ശബരിമലയേക്കാൾ പ്രസിദ്ധമാണ് നിലയ്ക്കൽ ഭദ്രാസനം. നിലയ്ക്കൽ പള്ളിയിൽ വന്നിട്ടാണ് അവിടുത്തെ മുഖ്യ പുരോഹിതൻ പോലും ശബരിമലയില് ചാർജ് എടുക്കുന്നത്, പൂജാതി കാര്യങ്ങളുടെ ചുമതല ഏൽക്കുന്നത് നിലയ്ക്കൽ പള്ളിയിൽ വന്ന് കുമ്പസരിച്ചതിന് ശേഷം കുർബാന സ്വീകരിക്കും. എന്തിനീ തട്ടിപ്പൊക്കെ? എന്തിനു വേണ്ടി? ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലും തയ്യാറായിട്ടില്ല. അപ്പോ അയ്യപ്പ ഭക്തന്മാരെ ഇന്ന് തിരക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പമ്പയിൽ മുഴുവൻ ഗിരിവെക്കുക. ഞാൻ എൻ്റെ കുഞ്ഞുനാളില് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ശബരിമലയില് എല്ലാ വർഷവും വ്രതധാരിയായിട്ട് തന്നെ ഇരുമുടിക്കെട്ടേന്തി പോകുന്ന ആളാണ്. അങ്ങനെ പോകുന്ന കാലത്ത്, ആദ്യകാലത്തൊക്കെ എന്തായിരുന്നു, പമ്പയുടെ ഇരുകരകളിലും പർണശാലകൾ മാതിരി കുടിലുകൾ ഉണ്ടായിരുന്നു. ആ വിരികളിൽ താമസിക്കും. പമ്പയിൽ താമസിച്ച് ബലിതർപ്പണാദികളും ശ്രീരാമപാദ നമസ്കാരവും ഒക്കെ നടത്തി പിതൃതർപ്പണം നടത്തി പമ്പ സദ്യയും പമ്പ വിളക്കും ആഘോഷിച്ച് എല്ലാവരും ആ പമ്പ ഗണപതിക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിച്ച് ഹനുമാൻ സ്വാമിയെയും ഒക്കെ വന്നിച്ച് പാർവതീ ദേവിക്ക് വഴിപാടും നടത്തിയിട്ടാണ് ആ നീലിമല ചവിട്ടുന്നത്, പരമപവിത്രമായ നീലിമലയില് കയറുന്നത്. ആ നീലിമല കയറി പോകുന്ന സമയത്തൊക്കെ തന്നെയും അയ്യപ്പ ഭക്തന്മാർക്ക് സേവനമരുളുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുൾ അയ്യപ്പൻ എന്ന ഒരു ചിന്തയോടുകൂടി, ജാതി വിവേചനങ്ങളില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമില്ല, എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുൾ അയ്യപ്പൻ എന്നുള്ള ആ സമാനത വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് മുഴുവൻ ഭക്തന്മാരും സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്ന ആ ശരണം വിളിയോടുകൂടി പോകുന്ന ആ ഭക്തജന കോടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അവരെ മുഴുവൻ തന്നെ വേദനിപ്പിക്കുകയല്ലേ. ഇന്ന് പലരും കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ ഈ ദുരിതപൂർണമായ യാത്ര, ഇന്ന് അയ്യപ്പ ഭക്തന്മാരുടെ യാത്ര സുരക്ഷിതമാണോ? സുരക്ഷിതമല്ല. അയ്യപ്പ ഭക്തന്മാർ ട്രെയിനിലിരുന്ന് ശരണം വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ RPF-കാരും റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഉടൻ തന്നെ അവർക്ക് എന്താണ് പെനാൽറ്റി എഴുതി കൊടുക്കുകയാണ്, അവരെ ശിക്ഷിക്കുകയാണ്. ട്രെയിനിൽ ശരണം വിളിക്കാൻ പാടില്ല, ട്രെയിനിൽ ശരണം വിളിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, റോഡിലൂടെ ശരണം വിളിച്ചു പോകാൻ പാടില്ല. ശബരിമലയ്ക്ക് പോകുന്ന അയ്യഭക്തന്മാർ വർഷങ്ങളായി അവരുടെ ഭക്തിയുടെ ആ പാരവശ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വാഹനങ്ങളിലും ഉച്ചഭാഷണികളൊക്കെ കെട്ടി ശരണം വിളിച്ചും ഭജന കീർത്തനങ്ങൾ ആലപിച്ചും അതൊരു വലിയ ഐശ്വര്യത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ പോലീസ് കണ്ട ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് വണ്ടിയും ഇതിന്റെ ഉച്ചഭാഷണിയും എല്ലാം തന്നെ അഴിച്ചു മാറ്റുന്ന, അയ്യപ്പ ഭക്തന്മാരെ കൂടെ വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇത് നിലവിലുള്ളതൊക്കെ തന്നെയും. അപ്പൊ അയ്യപ്പ ഭക്തന്മാരെ പരമാവധി ചൂഷണം ചെയ്യുക. ശബരിമലയിലെ അന്നദാനം നടത്തുന്ന നിരവധി സംഘടനകളുണ്ടായിരുന്നു. വിശ്വഹിന്ദു പരിഷത്ത് പമ്പയിലും ത്രിവേണിയിലും അതേപോലെ തന്നെ പമ്പ ത്രിവേണിയിലും അതേപോലെ നീലിമല ടോപ്പിലും ഇവിടെ നമ്മുടെ അപ്പാച്ചിമേട്ടിലും
മരക്കൂട്ടത്തും സന്നിധാനത്തും ഒക്കെ തന്നെയും സേവാ കേന്ദ്രങ്ങൾ തുടങ്ങിയിരുന്നു. 24 മണിക്കൂറും കുടിവെള്ള വിതരണം, പരിക്കേൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങള്, പ്രായാധിക്യമുള്ള ആളുകളെ അവരെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങള്, ഡോളി സൗകര്യങ്ങള്, ആംബുലൻസ് സർവീസ്, പമ്പയുടെ താഴ്വാരത്തില് എല്ലാ സൗകര്യങ്ങളും വിശ്വ ഹിന്ദു പരിഷത്ത് ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് അനുവദിച്ചിരുന്ന പിൽഗ്രിം ഷെൽട്ടറുകളൊക്കെ തന്നെ സർക്കാർ അത് വീണ്ടെടുത്തു. പിന്നീട് നമുക്ക് പൈസ അടച്ചാൽ പോലും തരികയില്ല എന്നുള്ള അവസ്ഥയിലായി. അതേപോലെ തന്നെയായിരുന്നു മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നദാനം നടത്താനുണ്ടായിരുന്ന അവകാശം. വിശ്വ ഹിന്ദു പരിഷത്ത് അന്നദാനം നടത്തിയിരുന്നു, അവരെ അതിൽ നിന്നും ഒഴിവാക്കി. രണ്ടാമത് അവിടെ അയ്യപ്പ സേവാ സമാജം അന്നദാനം നടത്താൻ തയ്യാറായി. അവർ പെർമിഷനോടുകൂടി സാധന സാമഗ്രികളെല്ലാം അവിടെ ഇറക്കി കഴിഞ്ഞപ്പോ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു സാധ്യമല്ല. ജി സുധാകരനായിരുന്നു ദേവസ്വം മന്ത്രി. അവർ പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം തന്നെ അവിടുന്ന് നീക്കം ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലോഡ് കണക്കിന് സാധന സാമഗ്രികൾ അവിടെ എത്തിച്ചത് മുഴുവൻ തന്നെ അവിടുന്ന് കയറ്റിക്കൊണ്ട് പോവേണ്ടുന്ന ഗതികേടിലേക്ക് അതിലേക്ക് കൊണ്ടുപോയി. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ആഹാരം അത് കഴിച്ചോണം. ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ നിറകണ്ണുകളോടെയാണ് പറഞ്ഞത്. അവർക്ക് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഈ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത ആഹാര പദാർത്ഥങ്ങൾ അവർക്ക് ഇഷ്ടമല്ല, അവരത് കഴിക്കുകയില്ല, അവർക്ക് അസുഖമുണ്ടാവും, അവരുടെ വയറിന് പിടിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഒരേ ആഹാരമേ ഒരേ സമയത്ത് ഉണ്ടാക്കുള്ളൂ, അതെല്ലാവരും കഴിച്ചോണം. അപ്പൊ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഭക്തന്മാരെ ഇന്ന് അവരെ അവിടെ ഡോണേഴ്സ് റെസിഡൻസ്, അതായത് അവിടുത്തെ ഈ രമ്യഹർമ്മങ്ങളിലൊക്കെ അവര് പണം മുടക്കി ഡോണർമാരുടെ ഇതിൽ വാങ്ങിച്ചിരുന്നു ഫ്ലാറ്റുകള് അല്ലെ റൂമുകളൊക്കെ. ഇന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആരെയും തന്നെ അവിടെ അന്നദാനം നടത്താൻ അനുവദിക്കുകയില്ല, സേവനം നടത്താൻ അനുവദിക്കുകയില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് അവിടെ പരിസര ശുചീകരണത്തിന് ചെയ്യുന്നു, ഇന്ന് ഞങ്ങളെ അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ എല്ലാ തരത്തിലും അവര് ചെയ്യുക. എന്നാ നിങ്ങൾ ചെയ്യേ, സന്തോഷം, നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ദേവസ്വം ബോർഡിനെയോ പോലീസിനെയോ ആരെ വേണേ സഹായിക്കാം. ഈ കോടിക്കണക്കിന് ആളുകളെ എത്തുന്നതായ ഈ ക്ഷേത്ര സന്നിധാനം വൃത്തിയോടെയും വെടിപ്പോടെയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും സുരക്ഷിതമായ തീർത്ഥാടനവും സുഖദർശനവും നൽകുവാൻ തയ്യാറാവുന്ന സർക്കാരിനെ ഏത് തരത്തിലും സഹായിക്കാൻ, ഒപ്പം നിന്ന് സഹായിക്കാൻ, പിന്നിൽ നിന്ന് സഹായിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് സർവാത്മന തയ്യാറാണ്. പക്ഷെ ആരും വേണ്ട. ഇപ്പം ഏറ്റവും അവസാനം എന്താണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോലും പോയിട്ട് സർക്കാർ കളവായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് അതും സാധിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പൊ അയ്യപ്പ സേവാ സംഘം പോലും വേണ്ട. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ജീവനക്കാര് കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടുകളെയും ആരും ചോദ്യം ചെയ്യപ്പെടാനായിട്ട് അവിടെ പാടില്ല. ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് വളരെ ബോധപൂർവമായ ഈ ഒരു നടപടി ശബരിമലയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പ ഭക്തന്മാരോട് ഇത്രയും ക്രൂരത ഇവര് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അയ്യപ്പന്മാർക്ക് നേരത്തെ കിട്ടിയിരുന്ന് ഈ രമ്യഹർമ്മ്യങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള സൗകര്യം അവര് മുളയുപയോഗിച്ച്, ഇലയുപയോഗിച്ച്, ഓലയുപയോഗിച്ച് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന പർണശാലകളിൽ അവർ താമസിച്ചുകൊള്ളും. അവർക്ക് വിരിവെക്കാൻ സൗകര്യം കൊടുക്കുക. അതിന് പകരം എന്താണ്? സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പന്മാരെ അടിച്ചോടിക്കുകയാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല, എല്ലായിടത്തും ഓടിക്കുകയാണ്. നട തുറക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈ ഓവറിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഭഗവാന് മുകളിലായിട്ടാണ് ഭക്തനെ നിർത്തിയിരിക്കുന്നത്. അവിടെ മണിക്കൂറുകളോളം അവൻ കാത്തു നിൽക്കണം. നാം ആലോചിക്കണം, ഒരു മനുഷ്യന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 40-45 വയസ്സ് കഴിഞ്ഞെന്ന ആളുകളൊക്കെ ഡയബറ്റിക് പേഷ്യൻസ് ആണ്. ഇവർക്ക് ഈ മൂത്രശങ്ക എത്ര മണിക്കൂർ പിടിച്ചു നിർത്താൻ സാധിക്കും? അപ്പൊ ശബരിമലയെ ആ രീതിയിലും അറിയാതെ തന്നെ അവരിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും ഈ മൂത്രവും ഒക്കെ പുറത്തേക്ക് വീണ് അവർക്ക് ആ ക്ഷേത്ര പരിസരത്തെ മലീമസമാക്കി അവിടെ ആചാര ലംഘനം നടത്തുവാൻ, അവിടുത്തെ പവിത്രത നശിപ്പിക്കുന്നതിനൊക്കെ കരുതി കൂട്ടി ചെയ്തിരിക്കുന്ന ഒരുപാട് നടപടികളുണ്ട്. ഇതൊക്കെ മാറ്റിയിട്ട് പൂർവീകമായി ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ
അവിടുത്തെ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ഒക്കെയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണ്. അതിന് പകരം ഇന്ന് സർക്കാർ ശ്രമിക്കുന്നത് എന്താണ്? ഇന്ന് എങ്ങനെ ഞങ്ങൾക്ക് ഭഗവാന്റെ തിരുവാഭരണം കൈക്കലാക്കാം, എങ്ങനെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവര് കയ്യേറിയിരിക്കുന്ന തിരുവാഭരണ പാത ഒഴിപ്പിക്കാതെ ഇരിക്കാം. തിരുവാഭരണ പാത ഒഴിപ്പിക്കരുതെന്നുള്ളതാണ് നമുക്ക്. എത്രയോ കോടതി വിധികൾ കേരള സർക്കാരിന്റെ മുൻപിലുണ്ട്. ഇന്നും വൃത്തിയോടുകൂടി കൃത്യതയോടുകൂടി ഭഗവാന്റെ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ തിരുവാഭരണ പേടക വാഹകന്മാർക്ക് ഈ എന്താ പറയുന്നത്, മലമൂത്രങ്ങൾ ചവിട്ടാതെ അവർക്ക് തിരുവാഭരണ പാതയിലൂടെ കടന്നു പോകാൻ കഴിയില്ല. അവിടെ ഒന്നും ദേവസ്വം ബോർഡിനോ സർക്കാരിനോ വനം വകുപ്പിനോ യാതൊരു വിധമായ ശ്രദ്ധയുമില്ല. അവരെങ്ങനെ വേണേ പൊക്കോട്ടെ, ഏതുവഴി വേണേ പൊക്കോട്ടെ. അതിനു വേണ്ടിയിട്ട് ഇനി ആരും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പോലും പറയരുത്. അതിനുവേണ്ടിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? കോടതിയിലെ സർക്കാർ മുഖാന്തരം ഒരു പൊതു താല്പര്യ ഹർജി വന്നിരുന്നു. അതിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് എന്തൊക്കെയാണെന്ന് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഒന്ന്, ഭഗവാൻ കലിയുഗവരതനായ ഭഗവാൻ അയ്യപ്പൻ ഓടിക്കളിച്ച പന്തളം രാജകൊട്ടാരത്തിന്റെ ആ കൊട്ടാരത്തിൽ നിന്നും ഭഗവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് എൻ്റെ എല്ലാ ആഭരണങ്ങളും, എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ ആഭരണങ്ങളും അത് മകരവിളക്കിന് എൻ്റെ ആലയത്തിലെ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും ഭക്തിസാന്ദ്രമായ, ഏറ്റവും പുണ്യമായ സുദിനവും മുഹൂർത്തവും ധന്യമായ മുഹൂർത്തവുമാണ് മകരവിളക്ക്. ആ മകരവിളക്ക് ദിവസം ചാർത്താനുള്ള എൻ്റെ എല്ലാ ആഭരണങ്ങളും 3 പെട്ടികളിലാക്കി എനിക്ക് അച്ഛൻ കൊടുത്തയക്കണം. അച്ഛന്റെ പ്രതിനിധിയെയും അതിനകത്ത് അയക്കണം. അച്ഛനെ കാണുന്നത് പോലെ ആ കൊട്ടാരത്തിലെ എല്ലാ വരും തലമുറകളെയും ഞാൻ അംഗീകരിച്ച് സഹോദര ബുദ്ധിയാ ഞാൻ കണ്ടുകൊള്ളാം. ഇതൊക്കെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുപോകുന്നത്. അതിൽ പന്തളം കൊട്ടാരത്തിന് യാതൊരു അവകാശവും ഇല്ല എന്ന് പ്രഖ്യാപിക്കണം എന്നതായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ആവശ്യം കോടതിയോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യം അതായിരുന്നു. രണ്ടാമത്തത്, താഴമൺ കുടുംബമാണ് അവിടുത്തെ ഈ താന്ത്രിക അവകാശമുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ഇപ്പോഴുള്ള വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് വരെയും അവിടെ ഒരു കാലഘട്ടത്തില് അതിന്റെ പൂജാതി കാര്യങ്ങളിലുള്ള അവകാശം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ റാന്നി, ചെങ്ങന്നൂര് പ്രദേശത്തുള്ള കുടുംബങ്ങൾക്കായിരുന്നു ശബരിമലയിലെ ഓരോ ഊരാഴ്മ അവകാശവും ഒരു അവകാശം അവിടെയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടുത്തെ പൊതുഭരണ നിർവഹണത്തിന്റെ ചുമതല റാന്നി കർത്താക്കന്മാർക്കായിരുന്നു അതിന്റെ അവകാശം. അവിടെ ഓരോ ആചാരങ്ങൾക്കും ഗുരുതി നടത്തുന്നതിന്, നായാട്ട് വിളിക്കുന്നതിന് കടുത്തസ്വാമി നടയിലെ അവകാശം, കറുപ്പായി അമ്മയുടെ നടയിലെ അവകാശം, കൊച്ചുകടുത്ത സ്വാമിയുടെ നടയിലെ അവകാശം, മാളികപ്പുറത്തമ്മ, ഇങ്ങനെ ഓരോന്നിനും ഓരോരോ കുടുംബങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നത് മുഴുവൻ എടുത്തു മാറ്റി അതെല്ലാം സർക്കാരിന്റെ പിടിയിലാക്കി ദേവസ്വം ബോർഡിന്റെ കീഴിലാക്കി. എന്തേ വാവരെ ഇന്ന് വരെ ശബരിമല നടന്നിട്ടുള്ള എല്ലാ ദേവപ്രശ്നങ്ങളിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, അവിടെ മുസ്ലിം സംവിധാനത്തിൽ യാതൊന്നുമില്ല. വാപുരൻ എന്ന ശിവഭൂതത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, മാന്നാറിലെയും അതേപോലെ തന്നെ വായ്പൂരിലെയും കീഴ്വായ്പൂരിലെയും മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ അവകാശവാദം ഉറപ്പിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാര് കൊണ്ടുപോയി ഇടുന്ന കാണിക്ക ദേവസ്വം ബോർഡ് എന്തൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയെന്ന് അറിയാമോ? അവിടെ അവർക്ക് ഈ വാപുരൻ എന്ന ശിവഭൂതത്തെയൊക്കെ അങ്ങ് മാറ്റിയും വെച്ച് അവര് വാവര് പള്ളിയാക്കുകയാണ്. വാവരുടെ ഖബറിടം തയ്യാറാക്കി, പച്ചപ്പട്ട്, അതിന്മേൽ 786 ചന്ദ്രക്കലയും ആലേഖനം ചെയ്ത് വിരിച്ച് ഇതൊക്കെ ആക്കിയിരുന്നു. ഒരു സമയത്ത് അവിടെ അതിനെ ചൊല്ലി തർക്കമുണ്ടായ സമയത്ത് ഏറെ ബഹുമാനായ ശ്രീ കെ ബാബുരാജ് IPS അദ്ദേഹം അവിടെ സ്പെഷ്യൽ കമ്മീഷണറായി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെയും വിളിച്ചിരുന്നു. അന്ന് അവിടെ ഈ അവകാശമുള്ള 4 മുസ്ലിം കുടുംബങ്ങളിലെ അന്നത്തെ ചുമതലക്കാരനായ മുസലിയാരുടെ 5ാമത്തെ ബീവി, 35 വയസ്സേ ഉള്ളൂ,
35-38 വയസ്സേ ഉള്ളൂ. ആ സ്ത്രീ, ആ യുവതി അതിനകത്ത് കടന്നു. ഇതിനെ ചോദ്യം ചെയ്യാൻ അയ്യപ്പ ഭക്തന്മാര് ആ സമയത്താണ് 600ഓളം മുസ്ലിം ചെറുപ്പക്കാര് അവിടുത്തെ ഹോട്ടലുകളിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം നടത്തിയവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് വന്ന് ഇതിനെ ന്യായീകരിക്കുകയാണ്. അതെ, ഈ സ്ത്രീ വന്നതിനെ അവിടെ ന്യായീകരിക്കുകയാണ്. നാം ആലോചിച്ച് നോക്കണം. പക്ഷെ അവിടെ എത്തിയ അയ്യപ്പ ഭക്തന്മാർ ഇതിന്റെ മുമ്പിൽ വിറങ്ങലിച്ചില്ല. അവർ അതിശക്തമായി പ്രതികരിച്ചു. ആ ഒരു അടിസ്ഥാനത്തില് ശബരിമലയെ എങ്ങനെയും തകർക്കുക, ഇവർക്ക് എങ്ങനെയും പണം പിടുങ്ങുക. ശബരിമല ഉപയോഗിക്കുന്ന ശർക്കര ഹലാൽ ശർക്കരയായിരുന്നല്ലോ. ഇത് പിടിക്കപ്പെട്ടപ്പോഴല്ലേ പിന്നെ ഇപ്പൊ എന്തോ മാറ്റം വരിക. അതൊക്കെ എന്നാൽ ഇതിനകത്തൊക്കെ അട്ടിമറി നടക്കും. നിവേദ്യത്തിൽ ഉപയോഗിക്കുന്ന ഏലക്കാപ്പൊടി എത്ര ശതമാനം വേണം? അത് പരിശോധിച്ചപ്പോൾ 13 തരം മാരകമായ കീടനാശിനികൾ അതിനകത്ത് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നടപടികളാണ് അവിടെ നടക്കുന്നത് മുഴുവനും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനനുസരിച്ച് ഇതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് ഏത് വിധേനയും അയ്യപ്പ ഭക്തന്മാർക്ക് സുരക്ഷിത തീർത്ഥാടനം, സുഖദർശനം, ഇത് സർക്കാരിനെ കൊണ്ട് യാതൊരു വിധമായ സംശയവും വേണ്ട. സർക്കാർ ഇത് നിർവഹിച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് അത് നിർവഹിപ്പിക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികളുമായിട്ട് വിശ്വഹിന്ദു പരിഷത്ത് കേരള ഘടകം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിനകത്ത് 100% ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് വിശ്വഹിന്ദു പരിഷത്തിന് അനുകൂലമായിട്ട് അയ്യപ്പ ഭക്തന്മാർക്ക് സുഖകരമായ ആ ഒരു യാത്ര യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവ് ലഭിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുള്ളത്. മാന്യ പ്രേക്ഷകർക്ക് സാദര നമസ്കാരം. ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ എന്റെ ഫാമിലിയിലെ വയസ്സായ അമ്മയെയും അതുപോലെ പ്രായം കുറഞ്ഞ മോനെയും ഒക്കെ കൊണ്ടുപോയിരുന്നു. ആ കൊണ്ടുപോയ സമയത്ത് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മണ്ഡലകാലത്ത് ഞാൻ വരുന്നില്ല, ഇനി വരികയാണെങ്കിൽ തന്നെ മലയാള മാസം 1-ാം തീയതി മുതലുള്ള ആ ദിവസങ്ങളിൽ വരാൻ പറ്റുകയുള്ളൂ. കാരണം 16 മണിക്കൂറാണ് ഞങ്ങൾ തന്നെ ക്യൂ നിന്നത്. നമുക്ക് സ്പെഷ്യൽ പാസ് ഉണ്ടായിരുന്നു, പക്ഷേ സ്പെഷ്യൽ പാസ് ഞാൻ ഉപയോഗിച്ചില്ല. കാരണം നമ്മൾ മല ചവിട്ടി എല്ലാം അനുഭവിച്ച് തന്നെ മല ചവിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ക്യൂ നിന്ന് തന്നെയാണ് പോയത്. അന്ന് 16 മണിക്കൂർ അന്ന് നിന്നതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം മലമൂത്ര വിസർജനം അതുപോലും നടത്തി അതൊരു കുഴമ്പായ രൂപത്തിൽ, ആ കുഴമ്പിൽ മഴ പെയ്തിട്ടാണെങ്കിൽ മനുഷ്യർക്ക് കയറി നിൽക്കാനുള്ള സ്പേസ് ഇല്ല. അത്തരത്തിൽ ആ കുഴമ്പിൽ ചവിട്ടിയാണ് ഈ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ നിൽക്കുന്നത്. ഒന്ന് ഇരിക്കാൻ പോലും സ്പേസ് ഇല്ലാത്ത രീതിയിൽ തെക്ക് തിരക്ക്. അങ്ങനെ 16 മണിക്കൂർ നിന്നാണ് ഞങ്ങളൊക്കെ ദർശനം നടത്തിയത്. അതുപോലെ തന്നെ ഓരോ ഭക്തനും അനുഭവിക്കുന്ന ആ ഒരു വലിയ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള അനുഭവം, അത് എന്തായാലും ഇനി ദിവസങ്ങൾ അതല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ ഉള്ളൂ വീണ്ടും ഒരു ശബരിമല തീർത്ഥാടനത്തിന് എന്നുള്ളത് കൊണ്ട് തന്നെ രാജശേഖരജി പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലാ രീതിയിലുമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇപ്പോ ഇതിൽ പലരും കമന്റ് ഇടുന്നത് കണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ഭരണത്തിൽ 3-മതും വന്നതിന് ശേഷമെങ്കിൽ പോലും ഇവിടെ 2 കേന്ദ്രമന്ത്രിമാർ വന്നിരിക്കുന്നു, സുരേഷ് ഗോപി സാറും ജോർജ് കുര്യൻ സാറും വന്നിരിക്കുന്നു. ഇവരിലൂടെയൊക്കെയുള്ള പ്രതീക്ഷ ഓരോ ഭക്തന്മാരും ഓരോ വിശ്വാസികളും ഓരോ ഹൈന്ദവനും ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ മോദി സർക്കാർ തന്നെ നമ്മൾക്ക് രക്ഷയുള്ളൂ എന്ന ചിന്തയിലേക്ക് എത്തി നിൽക്കുന്ന ഈ നാളുകളിൽ VHPയുടെ ആ പോരാട്ടം, അതിശക്തമായിട്ടുള്ള നാളുകളിൽ വരാനിരിക്കുന്ന പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യുമെന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാ വിവരങ്ങളും പങ്കുവെച്ച രാജശേഖരജിക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ആയിരക്കണക്കിന് ആളുകൾ ഇത്ര ദൈർഘ്യമായിട്ടുള്ള ഈ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ അവരുടെയൊക്കെ ആകുലതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അയ്യപ്പ സ്വാമി തന്നെ നമുക്ക് രക്ഷയുള്ളൂ. അയ്യപ്പസ്വാമിയുടെ സകല കടാക്ഷങ്ങളും ശക്തികളും കിട്ടിക്കൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ, തീർത്ഥാടന നാളുകൾ, ഓരോ ഭക്തനും ഓരോ വിശ്വാസിക്കും അയ്യപ്പസ്വാമി അനുഗ്രഹമാക്കിക്കൊണ്ട് സുഖ ദർശനമാക്കാനുള്ള അവസരമാകട്ടെ. അതിനുവേണ്ടി VHPക്ക് സകല ശക്തിയും കൊടുക്കട്ടെ, സകല അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും തൽക്കാലം ഈ സെഷൻ അതിഥിയായിട്ടുള്ള രാജശേഖരജിയുടെ അനുമതിയോടുകൂടി തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.